മോളെ ഇതിപ്പോ IAS കിട്ടിയില്ലേ മോളെ? പിന്നെന്താച്ചാ, 2ാം റാങ്ക് എന്നൊക്കെ പറഞ്ഞാ നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ കിട്ടും. അതെ, ഇത് 2ാം റാങ്കാണ്. ഇനിയിപ്പോ അവർ തന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങും. അല്ല മോളെ, ശാരദാമ്മയോട് പറയണ്ടേ? പറയണ അച്ഛാ. ശാരദാമ്മ വന്നല്ലോ. ശാരദാമ്മയോ? എന്താ ശാരദാമ്മയ്ക്ക് സന്തോഷമായില്ലേ? ജയിച്ചത് ഇവളല്ല രാഘവേട്ട, ഞാനാ, ഈ ശാരദ. മനസ്സിലായി ശാരദാമ്മേ, ജീവിതത്തിൽ എല്ലാ തോൽവികൾക്കുമുള്ള ഒരേ ഒരു മറുപടിയായത്. ശാരദാമ്മേ, ശാരദാമ്മയുടെ മോളല്ല ശാലിനി, ശാലിനിയുടെ അമ്മയാ ശാരദാമ്മ. ഈ വീടേ സത്യഭാമയുടെയും രാഘവനാരുടെ ഒന്നും അല്ല, ശാലിനിയുടെ. ശാലിനി IASന്റെ. ഈ വീടിന്റെ മുറ്റത്തെ സർക്കാർ വണ്ടി കാത്തു കിടക്കും. ജില്ലാ കളക്ടർ എന്ന ബോർഡൊക്കെ വെച്ച വണ്ടി, ഒപ്പം പോലീസ് എസ്കോർട്ടും. കേട്ടോടാ പിള്ളേ, എന്റെ മോള് പോകുന്ന വഴിക്കെല്ലാം പോലീസുകാർ സല്യൂട്ട് ചെയ്യും. മജിസ്ട്രേറ്റിന്റെ പദവിയുള്ള ആളല്ലേ എന്റെ മോള്. ആൾക്കാർ ഇവിടെ കാണാൻ ക്യൂ നിൽക്കുമ്പോ ഞാൻ പറയും ഇപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല, എന്നോട് ചോദിച്ചിട്ടൊക്കെ കാണാൻ പറ്റൂന്ന്. ഓ, അവൾക്കൊരച്ഛനില്ലാതെ പോയതിന്റെ കുറവ് ഇപ്പോഴാ രാഘവേട്ട ഞാൻ മറക്കുന്നത്. ഇവളുടെ അച്ഛനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഇവള് കളക്ടർ ആവണമെന്ന് ഞാൻ ആശിച്ചത്. ഇപ്പോ മനസ്സിന്ന് ആ മത്സര ബുദ്ധിയൊക്കെ പോയി. IASനെക്കാളൊക്കെ വലുതല്ലേ ഇവൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെയും കുടുംബമൊക്കെ കിട്ടിയത്. എന്റെ മോളെക്കാൾ വലിയൊരു ഭാഗ്യവതി ആരാ രാഘവേട്ട? ശാരദാമ്മേ, ഇവള് ഞങ്ങളെ കുട്ടിയല്ലയോ? അല്ല, സത്യാമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ രാഘവേട്ട? അല്ല, പറഞ്ഞ പോലെ ഇവളിതോടെ പോയി. ഭാമേ, ഭാമേ, കുഞ്ഞിച്ചി ചെലവുണ്ടേ? നിനക്ക് എന്താടി കാന്താരി ചെലവ് വേണ്ടേ? പറഞ്ഞാ മതി. ഭാമേ, അമ്മ എത്ര നേരിട്ട് വിളിക്കുക? അമ്മ അറിഞ്ഞോ? ഇത് കണ്ടിച്ചേ. ഇത് ചാനലുകാരാണല്ലോ. അല്ല,
ഇനി സാറിന് എന്തെങ്കിലും കുഴപ്പമിപ്പിച്ചോ? ഇത് തന്നെയല്ലേ വീട്? ആ ഇത് തന്നെയാ. വാ. എന്താ കാര്യം? ദേ, ആ നിൽക്കുന്നത് ആള്. ഒന്ന് മാറിയിക്കോ. ശാലിനി മാം ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? അത് ഞാൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 2ാം റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അത് ഞാൻ 1ാം റാങ്ക് മിസ്സാവാൻ കാരണം എന്താണ്? മാം എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ എക്സാം പാസ്സാവുമെന്ന് മാത്രമേ കരുതിയുള്ളൂ. പക്ഷെ 2ാം റാങ്കൊന്നും പ്രതീക്ഷിതല്ല. മാം IAS തന്നെയല്ലേ തെരഞ്ഞെടുക്കുന്നത്? തീർച്ചയായിട്ടും. മാം ഈ വിജയത്തിന് പിന്നിലെ രഹസ്യം ഒന്ന് പറയാമോ? അമ്മയാണല്ലേ? അത് ഞങ്ങള് മക്കളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. അമ്മയുടെ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ജയിച്ചു കയറാൻ വാശിയുണ്ടായത്. ഹാർഡ് വർക്ക് കൊണ്ട് എന്തും നേടാമെന്ന് അമ്മ പഠിപ്പിച്ചു. അതുകൊണ്ടാ ഇപ്പൊ ഈ വിജയമൊക്കെ എനിക്ക് നേടാനായത്. നിങ്ങൾ എത്ര പേരാണ് മക്കൾ? ഞങ്ങള് 3 പേരാ. ഞാൻ അനിയത്തിയാ, ശ്യാമ. എന്താണ് ജീവിത ലക്ഷ്യം? കളക്ടറായി കഴിഞ്ഞ് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെടുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാൻ കഴിയുന്നതാണ് ഒരു അധികാരിയുടെ വിജയമെന്ന്. അങ്ങനെ ഒരുപാട് മുഖങ്ങളിൽ വിരിയുന്ന പുഞ്ചിരിയാണ് എന്റെ ജീവിത ലക്ഷ്യം. എക്സലന്റ്. അമ്മ തന്നെയാണ് റോൾ മോഡൽ. തീർച്ചയായും. അഖിലേന്ത്യാ തലത്തിൽ നടന്ന പരീക്ഷയിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടി 2ാം റാങ്ക് നേടുക എന്ന് വെച്ചാൽ അത് വലിയൊരു വിജയമായി കാണേണ്ടതാണ്. ഇത് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ വിജയമല്ലേ? ആ, അങ്ങനെയും പറയാം. സ്ത്രീകൾ കുടുംബത്തിലും സമൂഹത്തിലും അടിച്ചമർത്തപ്പെടുന്നതായി തോന്നുന്നുണ്ടോ? എല്ലാവരുടെയും കാര്യം അങ്ങനെ അല്ലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും അങ്ങനെ ദുഃഖകരമായ കാഴ്ചകളുണ്ട്. ചെറിയ പ്രായത്തിലെ IAS പോലുള്ള അഭിമാന നേട്ടം. ഇനിയൊരു മാരേജിനെ പറ്റി ചിന്തിച്ചൂടെ? അയ്യോ, ഞാൻ മാരീഡാ. അയ്യോ സോറി. ഈ നിൽക്കുന്നതാ എന്റെ ഹസ്ബൻഡ് വിഷ്ണു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഒരു റിസോർട്ട് നടത്തുന്നു. ഹസ്ബൻഡിന്റെ ബൈറ്റ് എടുക്കണ്ടേ? ഓ അതൊന്നും വേണ്ട. താങ്ക് യു മാഡം, സഹകരണത്തിന് നന്ദി. ശരി. അല്ല, ചായ കുടിച്ചിട്ട് അവര് പോയി. അതെന്താ ഹസ്ബൻഡിന്റെ ബൈറ്റ് വേണ്ടാന്ന് പറഞ്ഞേ? അതൊരു റിസോർട്ട് മുതലാളിയല്ലേ, വ്യൂവേഴ്സിന് ഒരു താല്പര്യം കാണില്ല. ആ കുട്ടി എന്ത് ബുദ്ധിമോശ കാണിച്ചത്. സിവിൽ സർവീസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ കല്യാണം. സ്വന്തം സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ബന്ധവും കിട്ടിയേനെ. ഒരു IAS കാരനെയോ IPS കാരനെയോ കിട്ടില്ലായിരുന്നു. ഇത് മോശമല്ലല്ലോ. റിസോർട്ട് മുതലാളിയല്ലേ. റിസോർട്ടൊക്കെ കാശുണ്ടെങ്കിൽ ആർക്കും തുടങ്ങിക്കൂടെ? തലയിലൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്റെ കുഞ്ഞേച്ചി, ഞാൻ എന്തൊക്കെയായി കാണുന്നേ?
ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്റെ ശ്യാമയെ ഇനി പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നീ കാണാൻ പോണേ. ഇവിടെ നിന്ന് നമുക്കൊരു സ്പെഷ്യൽ ബൈറ്റ് വേണം. ഓക്കെ. ഞങ്ങളിപ്പോ നിൽക്കുന്നത് നാളത്തെ IAS ഉദ്യോഗസ്ഥയായ ശാലിനിയുടെ വീടിന് മുന്നിലാണ്. അഖിലേന്ത്യാ തലത്തിൽ നടന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ 10,000 മാറ്റുരയ്ക്കുമ്പോഴാണ് ശാലിനി എന്ന ചുണക്കുട്ടി 2ാം റാങ്ക് നേടി തിളക്കമേറിയ വിജയം കരസ്ഥമാക്കിയത്. ഈ വിജയം എല്ലാ മലയാളി പെൺകുട്ടികളുടെയും വിജയമാണെന്ന് ശാലിനി പറയുന്നു. അടിച്ചമർത്തപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി താൻ പോരാടുമെന്നും ഹോട്ടൽ നടത്തി ജീവിക്കുന്ന അമ്മയാണ് തന്റെ റോൾ മോഡൽ എന്നും ശാലിനി പറയുന്നു. അവര് പെട്ടെന്ന് കയറി വന്ന് ഓരോന്ന് ചോദിച്ചപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. അങ്ങനെ അങ്ങ് പേടിക്കാൻ പാടുണ്ടോ? നാളെ കളക്ടർ ആവേണ്ട ആളല്ല ഇയാള്. ആ ഇന്റർവ്യൂ ഒക്കെ ഇതുകൊണ്ട് തീർന്നാണോ നീ കരുതുന്നത്? സിവിൽ സർവീസിലെ 2ാം റാങ്കുകാരിയാ. ഫാമിലി ഇന്റർവ്യൂവിനൊക്കെ ആള് വരാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ ഉദ്ഘാടനങ്ങൾ, സ്വീകരണങ്ങൾ, അനുമോദനങ്ങൾ, അങ്ങനെ അങ്ങനെ. ഭാമേ, നിനക്കൊന്നും പറയാല്ലേ? എന്ത് രാഘവേട്ട ഞാൻ പറയേണ്ടത്? നമ്മുടെ ശാലിമോളെ സിവിൽ സർവീസ് പരീക്ഷയിൽ 2ാം റാങ്കിൽ പാസ്സായിട്ടേ താലപ്പൊലി എടുത്ത് ഞാൻ എന്താ സ്വീകരിക്കണം? സ്വീകരിക്കായിരുന്നു. ആനയും അമ്പാരിയും ആലവട്ടവും ഒക്കെ ഒരുക്കായിരുന്നു. പക്ഷേ ഞാനല്ലേ ഇക്കാര്യം ഏറ്റവും ഒടുവിൽ അറിഞ്ഞത്. അയ്യോ സത്യമേ, ഞാൻ മിണ്ടരുത് നീ. ഭാമേ, ഇക്കാര്യം പറയാൻ ഞാൻ ആദ്യം വിളിച്ച നിന്നെയാ. അത് കഴിഞ്ഞിട്ടാ ശാലിനി പോലും വിവരം അറിയുന്നത്. രാഘവേട്ടൻ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നേ? ഇവള് കളക്ടറോ പേഷ്കാരോ ആര് വേണേലും ആയിക്കോട്ടെ, അത് അവളുടെ ഇഷ്ടം. ഇവൾക്കൊപ്പം പഠിപ്പൊന്നുമില്ല എന്റെ മകന്. വിചാരിച്ചാലും കളക്ടറാകാൻ പറ്റുകയുമില്ല. അതെ, സത്യഭാമ അങ്ങ് സഹിച്ചു. പക്ഷേ ഇവന് വേണ്ടി ഞാനൊരു ബിസിനസ് ഇന്നലെ തുടങ്ങി വെച്ചു. അതിന്റെ ലൈസൻസ് ഇപ്പോ ആരുടെ പേരിലാണെന്നൊന്ന് ചോദിച്ചു നോക്ക്. ശാരദാമ്മേ, നിങ്ങളുടെ മോളുടെ പേരിലത്. മിടിക്കുക അവള്. ചുളിവിൽ ഇവൾ ഞാൻ പണം മുടക്കിയ റിസോർട്ട് ഞാൻ പോലും അറിയാതെ അവളുടെ പേരിലാക്കി. അല്ല അമ്മേ, അത് എന്നോട് പറഞ്ഞിട്ടാ. നിർത്ത. എടാ, നീ വിഡ്ഢിവേഷം ആടുകയാ. നിനക്ക് ലൈസൻസ് തരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ? പോലീസ് വെരിഫിക്കേഷനിൽ വിഷ്ണു കറ കളഞ്ഞ ക്രിമിനൽ. അതിന്റെ മറ പിടിച്ച് നിന്റെ ഭാര്യ റിസോർട്ടിന്റെ ഉടമയായി. നിന്റെ ഈ അമ്മ വിചാരിച്ച മാറ്റാൻ പറ്റാത്ത വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? അമ്മ അങ്ങനെയല്ല. സത്യമേ, ഉദ്ഘാടനത്തിന് ആൾക്കാർ ഒരുങ്ങി വന്നതുകൊണ്ടാ ഞാൻ. കൂടാതെ ഉദ്ഘാടനം നടത്താൻ സമ്മതിക്കില്ലെന്ന് ആ CI ചന്ദ്രബോസിന്റെ വെല്ലുവിളി. നിനക്ക് എല്ലാത്തിനും ഒരു ന്യായമുണ്ട് ശാലിനി. ഞാനേ തുറന്നു പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചത് എന്റെ മകന്റെ റിസോർട്ടാ. അതെ, മരുമകളുടേതല്ല. ഭാമേ, ലൈസൻസ് അല്ലേ ശാലിനിയുടെ പേരിലുള്ളൂ. കെട്ടിടവും സ്ഥലവും ഒക്കെ വിഷ്ണുവിന്റെ പേരിലല്ലേ? അതെ,
റിസോർട്ട് നടത്തിപ്പിനുള്ള ലൈസൻസ് ഇല്ലെങ്കിൽ ആ കെട്ടിടവും ഭൂമിയും കൊണ്ട് എന്ത് പ്രയോജന രാഘവേട്ട? നമ്മളൊക്കെ കൂടി അവിടെ പോയി താമസിക്കോ? ദേ, കോടികളെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോക്ക് ശാരദാമ്മേ, നിങ്ങളുടെ മകൾ ഇത്ര മിടുക്കിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യമ്മ പറയുന്നതൊന്നും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്നാലും ശാലിനിയുടെ ഭാഗത്തുനിന്ന് എന്തോ പിഴവ് പറ്റിയെന്ന് മനസ്സിലായി. സത്യമ്മ പറഞ്ഞതുപോലെ ഇനിയത് തിരുത്താവുന്നതല്ലേ ഉള്ളൂ. ആയിരപ്പറ പാടത്ത് നിന്ന് ഒരു കതിര് പോയാ പോട്ടേന്ന് വെക്കും സത്യഭാമ. എങ്കിലും കണ്ണു വെട്ടിച്ച കിളിയുടെ കൗശലം മറക്കില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്റെ മകൻ ക്രിമിനലും നിങ്ങളുടെ മകൾ മജിസ്ട്രേറ്റും. പക്ഷേ രണ്ടാളും എങ്ങനെയാ ശാരദാമ്മേ ഒരുമിച്ച് ഒരു വീട്ടില്? സത്യമ്മ എന്താ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ? കളക്ടർ ആകാനുള്ള മോഹം കുഞ്ഞായിരിക്കുമ്പോഴേ ശാരദാമ്മയെ മകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തതെന്ന് ശാലിനി ചാനലുകാരോട് പറയുന്നത് കേട്ടു. അത് സത്യമാണല്ലോ അല്ലേ? അതെ. എന്നാ എന്റെ അനുഭവം മറിച്ച. രാഘവേട്ടനെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോ അദ്ദേഹത്തിന്റെ അമ്മ എന്നോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, എന്റെ മകനെ തനിച്ചാക്കി കളയല്ലേ എന്ന്. ഞാനത് ഇന്നോളം പാലിച്ചു. ഈ മനുഷ്യൻ വീണു പോയപ്പോ അദ്ദേഹം നടത്തേണ്ട കാര്യങ്ങൾ ഞാൻ നടത്തി, ഒപ്പം കുടുംബവും നടത്തി. സത്യഭാമ വളർന്നപ്പോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. കൗൺസിലറാക്കാം, MLA ആക്കാം, മന്ത്രിയാക്കാം എന്നൊക്കെ. അതൊക്കെ ആവുകയും ചെയ്യാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ദുഃഖിക്കുന്ന ഒരുപാട് മുഖങ്ങളിൽ പുഞ്ചിരി തെളിയിക്കാമായിരുന്നു എനിക്ക്. ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. സത്യമ്മ പറ. എങ്കിൽ നിന്റെ കളക്ടർ ആവാനുള്ള മോഹം ഉപേക്ഷിക്കാമെന്ന് നീ സത്യം ചെയ്യും. മിണ്ടരുത് നീ. സത്യം ചെയ്തതാ. വീട്ടിലൊരു കളക്ടർ ഉണ്ടാവുന്നത് അത് ഒരന്തസ് അഭിമാനമൊക്കെയാ. ശാരദാമ്മയുടെ മക്കളുടെയും എത്ര വർഷത്തെ സ്വപ്നം അത്. സത്യം ചെയ്തതാ. സർക്കാർ വണ്ടിയിൽ ബോർഡൊക്കെ വെച്ച് വന്നിറങ്ങുന്നതേ ഈ നാട്ടിലെ മൊത്തം സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഒരു പകവീട്ടിലും കൂടിയാ. പെണ്ണുങ്ങളെ പുച്ഛിച്ച് ചിലരോടുള്ള പകവീട്ടിൽ തന്നെ. തോളോട് തോള് ചേർന്ന് ഒരാള് കൂടെ ഉണ്ടാവും അവർക്ക് കാണാൻ. എന്റെ പൊന്ന് ശാരദാമ്മ തന്നെ.
സത്യം ചെയ്ത് തരുന്നുണ്ടോ ഇല്ലയോ? ശാലിനി വേണ്ട.